ശ്രീ മൊയ്നുദ്ദീൻ, ഏറ്റവും പ്രധാനമായി ഈ ഗുണ്ടകൾ ഇങ്ങനെ ആഘോഷ പാർട്ടികൾ നടത്തുന്നത് റീലുകൾ എടുത്ത് സോഷ്യൽ മീഡിയകളിൽ വൈറലാവാൻ വേണ്ടിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് തന്നെ അവർ തന്നെ വെളിപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ മീഡിയകളിൽ വൈറലാവുക ഇത് പലപ്പോഴും ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയകളിൽ നെഗറ്റീവുകളാണ് കൂടുതൽ ശ്രദ്ധ നേടുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് നെഗറ്റീവ് വീഡിയോസുകളാണ്. അത് ഏത് തരത്തിലാണ് നമ്മുടെ തലമുറയെ ബാധിക്കുന്നത്? താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കുക? താങ്കൾ ഒരു ബ്ലോഗർ കൂടിയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ. തീർച്ചയായും ഒരു വ്ളോഗർ എന്ന നിലയ്ക്ക് എന്റെ ചാനൽ മൊയ്നൂസ് വ്ളോഗാണ്. വ്ളോഗർ എന്ന നിലയ്ക്കും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സിന്റെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഒരു വക്താവ് എന്ന നിലയ്ക്കും എനിക്കിതിനോട് പ്രതികരിക്കാനുള്ളത്, ഒരു നിലയ്ക്കും ഞങ്ങളുടെ സംഘടനയോ അതേ വ്യക്തിപരമായിട്ട് വ്ളോഗേഴ്സ് ആരും ഇതിനോട്, അതായത് ഇതുപോലുള്ള നെഗറ്റീവിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വ്ളോഗ് ചെയ്തിട്ടും അതേപോലെ തന്നെ ഇതുപോലെ റീൽസ് എടുത്തിട്ടും ഇതുപോലുള്ള നെഗറ്റീവിനോട് ഞങ്ങൾ ആരും ഒരു നിലയ്ക്കും യോജിക്കുന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആരെങ്കിലും ഒരാൾ ഇതുപോലുള്ള സംഗതികൾ ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും അവരെ ഞങ്ങൾ പുറത്താക്കപ്പെടുകയും ചെയ്തതിന്റെ ചരിത്രങ്ങളുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോടൊന്നും യോജിക്കുന്നില്ല. ഇതുപോലുള്ള സിനിമകളായാലും ശരി, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഞങ്ങളെ പോലുള്ളവരുടെ വ്ളോഗുകളായാലും എന്തെന്നെ ആയാലും സമൂഹത്തിന് ഒരു നന്മ ഉണ്ടാക്കുക, നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. സിനിമയെ സിനിമയായിട്ട് കാണാനും ജീവിതത്തെ ജീവിതമായിട്ട് കാണാനും പഠിക്കുക. അതുപോലെ തന്നെ ഈ സിനിമകളിൽ നിന്നും ഇൻഫ്ലുവൻസ് ചെയ്ത് വരുന്ന പല സംഗതികളും, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഈ ആവേശം എന്നുള്ള ഒരു സിനിമ, ആ സിനിമയാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഈ ഒരു സിനിമയിൽ ആ സിനിമയിലുള്ള ഹീറോ ആയിട്ടുള്ള ഗുണ്ടയെ അല്ലെങ്കിൽ ഗുണ്ടയെ അനുകൂലിച്ച് വരുന്ന ഇപ്പോഴത്തുള്ള ഈ തലമുറ, അതും പ്രത്യേകിച്ച് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇതുപോലുള്ള സംഗതികൾ ചെയ്യുന്നു പറയുമ്പോൾ നെറ്റലോടെയും സങ്കടത്തോടു കൂടിയുമാണ് ഈ ഒരു ജനറേഷനെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. പിന്നെ അതുകൂടാതെ ഈ ഒരു ജനറേഷനിൽ ഇതുപോലുള്ള പ്രവണതകൾ വളർന്നു വരുന്നതിനെതിരെ അതുപോലെ തന്നെ സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടയിൽ ഇതുപോലുള്ള ആളുകൾ നെഗറ്റീവായിട്ടും നെഗറ്റീവ് പബ്ലിസിറ്റിയും ഇതുപോലുള്ള ഗുണ്ടകളെ ഈ പ്രൊമോട്ട് ചെയ്യുന്നതിനോടും ഞങ്ങൾ എതിർപ്പാണ്. അവരെ ഞങ്ങൾ അകറ്റി നിർത്തുവാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കേരള ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ എന്നുള്ള കിക്ക് എന്നുള്ള സംഘടന ചെയ്യുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ജോർജ്.